നമസ്കാരം. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളൊരു അറബിക് സ്വീറ്റാണ്. അത് നമ്മുടെ വീടുകളിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന സൂപ്പർ അറബിക് ഡെസർട്ടാണ് ഈ മസ്ബൂസ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് നല്ല ഷുഗറൊക്കെ മെൽറ്റായി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു മിക്സിംഗ് ബോൾ എടുക്കുകയാണ്. ഈ മിക്സിംഗ് ബോളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാ ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് മെഷീനോ അങ്ങനെ ഒന്നും വേണ്ടി വരില്ല. ഇതിന് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര കൊണ്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പഞ്ചസാര മെൽറ്റാണ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പറയുന്ന അളവുകളും മെത്തേഡുകളും ആ ചേർക്കുന്ന രീതികളൊക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടായി കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഓയിലിന് പകരം ഗീ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നല്ല ക്രീമി ആയിട്ട് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിനകത്തേക്ക് ഇനി 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലും മിക്സായി വന്നിട്ട് ഇതിലേക്ക് ഇനി വനില എസൻസ് അല്ലെങ്കിൽ വനില പൗഡർ, ഞാനിവിടെ വനില പൗഡറാണ് ഉപയോഗിക്കുന്നത്, അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചീസൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ തൈരിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ക്രീം ചീസ് ഉപയോഗിക്കാവുന്നതാണ്ടാവും. അപ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. റവയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നന്നായിട്ട് മിക്സായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഡ്രൈ കോക്കനട്ട് പൗഡർ, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡറാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഒരു സ്ട്രെയിനർ എടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്തെടുക്കാം. ഈ മൈദയുടെ മുകളിലേക്ക് ഒരു 10 ഗ്രാം ബേക്കിംഗ് പൗഡർ, ഒരു 10 ഗ്രാം കുക്കിംഗ് സോഡ, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മൈദയും ബേക്കിംഗ് പൗഡറും കുക്കിംഗ് സോഡ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അത് ചെയ്ത ശേഷം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയാണ്. ഞാൻ അവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ആ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ അളവിലെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ക്യാഷ്നട്ടും ഒരു കിസ്മിസൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അലങ്കരിച്ച ശേഷം നമുക്ക് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഈ ഓവനിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ ഓവന് പകരം നമുക്കൊരു കുക്കറോ അല്ലെങ്കിൽ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. കുക്കറിലാണെങ്കിൽ വിസിൽ ഊരിയ ശേഷം 20 മിനിറ്റോളം നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. നമ്മളൊരു പാത്രത്തിനുള്ളിൽ വെച്ചാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 45 മിനിറ്റാണ് നമ്മുടെ ബേക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് മസ്ബൂസ് എന്തായാലും നോക്കാം. നമ്മൾ അടിപൊളിയായിട്ട് മസ്ബൂസ് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ഒന്ന് ഈവൻ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി തണുപ്പിക്കാൻ വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ആ ഷുഗർ സിറപ്പ് അതിനകത്തേക്ക് ഇറങ്ങാനുള്ളൊരു സമയം കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് സെർവ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമിൻ്റെ അങ്ങനെ കൂടെ കൊടുത്താൽ സൂപ്പർ ഡെസർട്ട് ഫുഡ് ആയിക്കോട്ടെ. തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.